ടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. സമാനതകളില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആശ്വാസ് വാടക വീട് പദ്ധതിയുടെ ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ എന്നിവർക്ക് ആശുപത്രിക്ക് സമീപം കുറഞ്ഞ വാടക നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ആശ്വാസ് വാടക വീട്. കോവിഡ് കാലത്തുൾപ്പെടെ കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ആദ്യമായി പദ്ധതി തുടങ്ങുന്നത് തൃശൂർ ജില്ലയിലാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും ജനറൽ ആശുപത്രികളും ഒക്കെ സമാനതകളില്ലാത്ത വിധം കേരളത്തിൽ വലിയ മുന്നേറ്റത്തിന് വഴിവെച്ചു. കേരളം യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ഒരു സാമൂഹിക ആരോഗ്യ നയം പിന്തുടരുന്ന സംസ്ഥാനമാണ്. ലോകത്തിലെ സമ്പന്നമായ രാജ്യമായ അമേരിക്ക പോലും കോവിഡിന്റെ മുമ്പിൽ പതറുകയും 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഓക്സിജന്റെ സിലിണ്ടർ, മാസ്ക് നിഷേധിക്കുകയും മുതലാളിത്ത ആരോഗ്യ നയം അവനവന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവനവന് രക്ഷപ്പെടാം എന്ന ചിന്തയ്ക്ക് അറുതി വരികയും ചെയ്ത അപകടകരമായ ലോക സാഹചര്യത്തിൽ വസൂരിപ്പരകളുടെ നാടായിരുന്ന കേരളത്തിന് കോവിഡ് എന്ന മഹാമാരിക്ക് മുമ്പിൽ പൊരുതി നിൽക്കാനും മനുഷ്യരെ സംരക്ഷിക്കാനും കഴിഞ്ഞത് കേരളം ഉയർത്തിപ്പിടിച്ച ഒരു സാമൂഹിക ആരോഗ്യ നയത്തിന്റെ ഭാഗമായിട്ടാണ്. തൃശൂർ മെഡിക്കൽ കോളേജിന്റെയും റവന്യൂ വകുപ്പിന്റെയും കൈവശമുള്ള ഭൂമിയിലാണ് സർക്കാർ ധനസഹായത്തോടെ ആശ്വാസ് വാടക വീട് ഒരുക്കിയത്. 53 സെന്റ് ഭൂമിയിൽ 2 നിലകളിലായി 11,730 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 27 ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും 48 കിടക്ക സൗകര്യമുള്ള ഡോർമെട്രിയും ടവർ റൂമും ഉൾപ്പെടുന്നതാണ് കെട്ടിടത്തിന്റെ സൗകര്യങ്ങൾ. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായി. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ പി സുനീർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, മുൻ MLAയും KSHB ബോർഡ് മെമ്പറുമായ ഗീതാ ഗോപി, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ B ഷീല തുടങ്ങിയവരും പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഇടുക്കി മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിലെ പവലിയനിൽ വനംവകുപ്പ് അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു.